സംഗതി ചാത്തന്റെ പണിയാണെന്നാ നാട്ടുകാർ പറയുന്നത്. ആരുടെ ശാപമാണെന്നറിയില്ല. ഇല്ലെങ്കിൽ കുറെ കാലം എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് പണിയെടുത്തോണ്ടിരുന്ന പയ്യൻ പെട്ടെന്ന് എന്തിനു തിരിച്ച് ഇങ്ങോട്ട് വരണം? പറ. നിങ്ങൾ തമ്മിൽ എപ്പോഴും കാണാറുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അതെ, മൊത്തമായി ചരക്കെടുക്കാൻ വേണ്ടി ദാസടക്കട കൽക്കട്ടക്ക് പറഞ്ഞു. അങ്ങനെ ഒരു തവണ പോയപ്പോഴാണ് ഇവൻ അവിടെ വെച്ച് കണ്ടത്. ഈ മുഖം എവിടെയോ കണ്ടതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ദാസിന് ആളെ പിടികിട്ടിയത്. അത് നമ്മുടെ രഘുവല്ലേ? ദാസിന് കണ്ടപ്പോഴേ ആളെ മനസ്സിലായി. പി ദാസ്. ഈ ഞാൻ തന്നെ. ഓ, ഓക്കേ. പി അല്ലേ, വേണ്ട. എനിക്ക് കണ്ട ഉടനെ അവനെ മനസ്സിലായി. രഘുവാണത്. അതായത് അവൻ രഘുവാണെന്ന് എനിക്ക് മനസ്സിലായി. അവന് പക്ഷെ എന്നെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. എന്നെ കണ്ടുടനെ പഴയ കാര്യങ്ങളൊക്കെ ടക്കേന്ന് അവന് ഓർമ്മ വന്നു. അന്ന് അവനോടൊപ്പം തന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. ആ, നിന്റെ അമ്മ അവിടെ തന്നെയുണ്ട്, തനിച്ച്. ഐസക് സാറിൻ്റെ ചന്തയിൽ മീൻ വിൽപ്പനയാ. കൊച്ചു പിള്ളേരൊക്കെ കണ്ട വലിയ സന്തോഷമാണ്. നീ എന്നാ ഓടിപ്പോയ പോർട്ടില്ലേ, അവിടെ അമ്മ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കണം കാണാം. ഭർത്താവും പോയി, മകനും പോയി. വയസ്സാങ്കാലത്ത് അവരുടെ അവസ്ഥ കണ്ട കഷ്ടം തോന്നും. നിനക്ക് നാട്ടിലേക്ക് വന്നൂടെ? നാട്ടിലേക്കോ? വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? അല്ല, വല്ല കട എന്തെങ്കിലും ഇട്ടൂടെ? ഈ ഫോറിൻ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. അത്രയും കാശൊന്നും എൻ്റെ ഇല്ല. മാത്രമല്ല, എൻ്റെ ഇവിടുത്തെ ജോലി കുറച്ച് റിസ്ക് പിടിച്ചതാ. പെട്ടെന്നൊന്നും ഊരാൻ പറ്റില്ല. അതിപ്പോൾ പറഞ്ഞാലല്ലേ അറിയൂ. ആരോടും പറയണ്ട. നീ മിണ്ടാതെ ദാസിൻ്റെ ബോട്ടിൽ കയറിങ്ങ് പോരെ. എനിക്കും പോരണമെന്നുണ്ട്. പക്ഷേ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണ്ടേ? അധികം ഒന്നും ആലോചിക്കണ്ട, നീ വാ. നിനക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല ദാസേ? അവരെന്നെ കൊല്ലും. കുറച്ച് ദിവസം കഴിയട്ടെ, ഞാൻ നോക്കാം. എന്നാ ശരി. ലോഡ്ജിൽ പിള്ളേർ വെയിറ്റിങ്ങാ, ഞാൻ പോവാ. ഒരു മിനിറ്റ്, ഇത് വെച്ചോ. എന്തിനിത്? വെച്ചോ. നിനക്ക് സമയമുള്ളപ്പോഴൊക്കെ അമ്മയെ പോയി കാണണം. അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ ചെയ്തു കൊടുക്കണം. ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നാ ശരി. ദാസേ, പിള്ളേരെന്ത് പറയുന്നു? പിള്ളേരാ നാട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ ഒരുത്തനില്ല. കുറേ എണ്ണം മീൻ പിടുത്തവും കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. സുഖവും പാലും ഒക്കെ കാറ്ററിങ്ങിൻ്റെ ജോലിക്ക് പോവാ. ആ, ഹനീഫ് ദുബായിക്ക് പോയി. പിന്നെ നമ്മുടെ ആന്റണി അവിടെ ഒരു ഐസ് ഫാക്ടറിയിൽ. റിച്ചി മൊട്ടേന്ന് വിരിയണ മുമ്പ് കൂട്ടത്തിലൊരുത്തിന്റെ പള്ളക്ക് കത്തി കയറ്റിയവൻ. അവനിപ്പോൾ എങ്ങനെ ഉണ്ടാവാനാ? അങ്ങനെ തന്നെ. തനി റൗഡി. നീ ഓടിപ്പോയതിന് ശേഷം അവനെ പോലീസ് പിടിച്ച് ജൂനിയർ ഹോമിലിട്ടു. 8 വർഷം അവിടെ കിടന്നു. പിന്നെ എപ്പോഴോ പുറത്തിറങ്ങിയപ്പോൾ അവനാ ഐസക് സാറിൻ്റെ കൂടെ അങ്ങ് കൂടി. ഐസക് സാറിനെ പറ്റി നിനക്ക് അറിയാലോ. ഇപ്പം സാറിൻ്റെ സകല കൊട്ടേഷനും അവൻ തന്നെ ചെയ്യണേ. ലീഗലും ഇല്ലീഗലും എല്ലാം. അല്ല, എന്താ കാര്യമൊന്നും അറിയില്ല. പുറത്തിറങ്ങിയപ്പോൾ അവൻ ആദ്യം തിരക്കിയത് നിന്നെയാണല്ലോ. ശരി, നീ വിട്ടോ. അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ദാസേ, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ശരി. രഘു നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ രുചി പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് അവൻ അറിയായിരുന്നു. കാരണം അവർക്കിടയിൽ നടന്ന കഥ അങ്ങനെയായിരുന്നു.